നമ്മുടെ മനസ്സിലെ ഇൻറ്റൻഷൻ എന്താണ്, അതാണ് പ്രധാനം. അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത് എന്നിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനാണോ? യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ദേവാലയം പോലെയാണ്, അല്ലേ? ഈ ദേവാലയത്തിലാണ് നമ്മുടെ ആത്മാവ് വസിക്കുന്നത്. ബാഹ്യമൂടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ നമ്മളൊരു ദേവാലയത്തെ നോക്കുമ്പോൾ വളരെ നമ്മൾ ശരിക്കും ഒരു റെവറൻസോടുകൂടി അതിനെ വണങ്ങി അങ്ങനെയാണ് നമ്മളൊരു ദേവാലയത്തെ സമീപിക്കുന്നത്, അല്ലേ? ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് എൻ്റെ കണ്ണുകൾ മാറട്ടെ, എൻ്റെ ഹൃദയം തെളിയട്ടെ, ലോകം കാണും. അത് പ്രാക്ടീസ് ചെയ്യാനും എല്ലാവരിലും സൗന്ദര്യം കാണാനും എനിക്ക് വർഷങ്ങളെടുത്തു കേട്ടോ. അകത്തെ മനുഷ്യനെ പുതുക്കണേ, നിന്നെ വഴി നടക്കാൻ മൗനമായി ഭംഗിയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കാൻ സൗമ്യ ഹൃദയമേ. ഹായ് എവരിവൺ, ഇന്നൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് എടുക്കണമോ വേണ്ടയോ എന്ന് ആലോചിച്ച ഒരു ടോപ്പിക്കാണ്. പിന്നെ എന്നോട് യൂട്യൂബിലൂടെ പലരും കമൻറ്റിലൂടെ ചോദിച്ചു, ചേച്ചി ലിപ്സ്റ്റിക് ഇടുന്നതിൽ കുഴപ്പമുണ്ടോ, അല്ലെ ചേച്ചി മേക്കപ്പ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ, നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കുന്നതിൽ കുഴപ്പമുണ്ടോ, എന്താണ് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്, അതൊരു സിന്നാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഓർത്ത് ശരി അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാം, വേണമെങ്കിൽ എനിക്കൊരു ലൈനിൽ അത് ആൻസർ ചെയ്യാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റൻഷൻ ഓഫ് യുവർ ഹാർട്ട് എന്ന് പറഞ്ഞ് നമുക്കതിനെ അവിടെ നിർത്താം. പക്ഷേ അങ്ങനെ നമ്മൾ പറയുമ്പോഴും നമ്മൾ പറയാതെ പോകുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, അല്ലേ? ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ ഓർക്കും, ശരിക്കും വേണമെങ്കിൽ എനിക്കൊരു 5 മിനിറ്റ് കൊണ്ട് അത് എടുക്കാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് എടുക്കാം. പക്ഷേ ചിലപ്പോൾ ഒരു 40-45 മിനിറ്റ്സ് എടുക്കുമ്പോൾ പോലും എനിക്ക് തോന്നും അത് പൂർണ്ണമായിട്ടില്ല എന്ന്. അതായത് പല വശങ്ങളുണ്ടല്ലോ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അല്ലെ പല ന്യൂആൻസസ് നമ്മൾ ആൻസർ ചെയ്യാതെ പോകാം, അല്ലേ? അപ്പോൾ നമ്മൾ ചുരുക്കി പറയുമ്പോൾ അതാണ് ഒരു റിസ്ക്. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ അത് തെറ്റിദ്ധരിക്കാം, അല്ലെങ്കിൽ അത് എക്സാക്റ്റായിട്ട് ഞാൻ എന്താ മീൻ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാകാതെ പോകാം. അപ്പോൾ പല പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലമാണ്. ഒന്ന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലമാണ്. രണ്ടാമത് പലരും പല രീതിയിലാണ് എടുക്കുന്നത്, അല്ലേ? ഓരോരുത്തരും അവരുടെ ജീവിതാനുഭവങ്ങൾ വെച്ചാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പറയുന്നത്, അല്ലെ എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ചാൽ, അല്ലെങ്കിൽ എന്നെ ക്രിസ്തു പഠിപ്പിച്ച കാര്യം വെച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കേൾക്കുന്നവർ വേറൊരു രീതിയിലായിരിക്കും അതിനെ എടുക്കുന്നത്, അല്ലെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിസ്ക് എപ്പോഴും നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴുണ്ട്. പക്ഷേ എങ്കിൽ പോലും കഴിയുന്നത്ര അതിൻ്റെ എല്ലാ വശങ്ങളും പറയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എങ്കിൽ പോലും എനിക്കറിയാം അത് ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ പോയ ഒരു 2-3 മണിക്കൂർ ക്ലാസ് ആയി പോകും. പക്ഷേ എങ്കിൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ അതിനെ ഒന്ന് വിശദീകരിച്ച് പറയാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് പല ക്വസ്റ്റ്യൻസിനും ആൻസർ ഞാനിപ്പം വേണമെങ്കിൽ എനിക്ക് ഒരു വാക്കിൽ ഒരു യൂട്യൂബ് കമൻറ്റിന് ഒരു ആൻസറായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിൽ പോലും അത് പൂർണ്ണമാവുകയില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടും ഇച്ചിരി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ അത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഞാനിതൊരു ക്ലാസ്സായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എനിക്ക് ഫസ്റ്റ് ഞാനിതിനെക്കുറിച്ച് എനിക്കൊരു ബോധ്യം കർത്താവിൽ നിന്ന് വന്നത് എനിക്കൊരു 21-22 വയസ്സായ ആ സമയത്താണെന്ന് തോന്നുന്നു, എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് എനിക്ക് ഒരു ബോധ്യം കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ സ്വരം എൻ്റെ ഹൃദയത്തിൽ കേൾക്കുവാണ്. ഇപ്പം ഞാൻ എക്സാക്ട് വേർഡ്സ് അങ്ങ് ഓർക്കുന്നില്ല, പക്ഷേ കർത്താവ് എന്നെ ഓൾമോസ്റ്റ് ഒരു ശകാരിക്കുന്നത് പോലെ ആണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് എന്നെ ലിറ്ററലി വഴക്ക് പറയുന്നത് പോലെ. അപ്പം കർത്താവ് എന്നോട് പറയുവാണ്, അതിനു മുമ്പ് ഞാൻ പറയാം, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. അപ്പം ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിലും സൗന്ദര്യത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാം. ഞാൻ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും സൗന്ദര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരൊക്കെയും ഓരോ വ്യക്തികളെ കാണുമ്പോൾ അവർ നല്ലതാണ്, ഇവർ നല്ലതാണ്, അല്ലെങ്കിൽ ഈ ഫീച്ചർ നല്ലതാണ്, മുടി നല്ലതാണ്, അല്ലെങ്കിൽ മൂക്ക് നല്ലതാണ്, ഇങ്ങനെ എല്ലാം കമ്പയർ ചെയ്യുന്ന ഒത്തിരിയേറെ കോൺവെർസേഷൻ കേട്ടാണ് ഞാൻ കുഞ്ഞിലെ തൊട്ട് വളരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലും ഓട്ടോമാറ്റിക്കായിട്ട് ഞാനൊരു വ്യക്തിയെ കാണുമ്പോൾ ഇയാളെ കാണാൻ നല്ലതാണോ, അല്ലെ ഈ കുട്ടിയെ കാണാൻ നല്ലതാണോ, ആ കുട്ടിയെ കാണാൻ നല്ലതാണോ മോശമാണോ എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും വരും.
അപ്പോൾ ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും ഞാൻ വിചാരിക്കും ഓക്കെ ഇന്നയാളെ കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ ഇന്നയാളെ കാണാൻ ഒരു ഭംഗിയില്ല എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ കർത്താവ് എന്നോട് പറയുന്നതാണ്, ഞാൻ സൃഷ്ടിച്ച ഒരു വ്യക്തി, ഞാൻ എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരാളെ കാണുമ്പോൾ നീ കൊള്ളത്തില്ല, അല്ല അയാളെ കാണാൻ മോശമാണെന്ന് പറയുമ്പോൾ നീ എന്നോട് പറയുവാണ് കർത്താവേ നിൻ്റെ സൃഷ്ടി കൊള്ളത്തില്ല, നീ സൃഷ്ടിച്ചതിന് ഭംഗിയില്ല എന്ന് പറയുവാണ്. അത് ശരിയാണോ? എക്സാക്ട് വേർഡ്സ് ഞാനിപ്പോൾ അങ്ങോട്ട് എക്സാക്ട്ലി ഓർക്കുന്നില്ല. പക്ഷേ വളരെ ഒരു ഭയങ്കര വഴക്കായിട്ടൊന്നുമല്ല, ഭയങ്കര റൂഡായിട്ടൊന്നുമല്ല, പക്ഷേ ദൈവത്തിനെ ശകാരിക്കുമ്പോൾ നമുക്കൊരു അറിയാമല്ലോ, ആ ഒരു രീതിയിൽ വളരെ സ്ട്രിക്റ്റായിട്ടെന്ന് ഞാൻ പറയും. സ്ട്രിക്റ്റായിട്ട് ഈശോ അങ്ങ് ചോദിക്കുവാണ്. അപ്പോൾ സത്യമായിട്ടും ഞാൻ അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നത്. അത് തെറ്റാണെന്ന് കർത്താവിനോട് കൃത്യമായിട്ട് പറഞ്ഞു. അത് നീ ചെയ്യുന്നത് ശരിയല്ല, അതെനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് കൃത്യമായിട്ട് കർത്താവിനോട് പറഞ്ഞു. അതൊരു ടുവേർഡ്സ് ഒരു ശകാരിക്കുന്ന ടോണായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ഒന്നാമത് ഞാൻ എന്തോ ജോലിയുടെ കാര്യം ഏതാണ്ട് ആലോചിച്ച് വിഷമിച്ച് വരുന്ന സമയത്ത് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ കർത്താവും കൂടെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ആകെ എനിക്കൊരു വിഷമമായിപ്പോയി. ഇങ്ങനെ കർത്താവ് എന്നോട് വഴക്ക് പറഞ്ഞല്ലോ, അപ്പം ഞാൻ ഈ ചെയ്തിങ്ങനെ ആലോചിക്കുന്ന ശരിയല്ല. അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം ഞാൻ ഈ സ്വരം എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുവാണ്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പം അത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പം നമ്മൾ കുറേ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിക്കും പറഞ്ഞാൽ ഞാനൊരാളെ കാണുമ്പോൾ വിചാരിക്കുവാണ് ഈ ആളെ കാണാൻ ഭംഗിയില്ല എന്ന്. എന്ത് മാനദണ്ഡമാണ് ഞാൻ കൊടുക്കുന്നത്? ഞാൻ വളർന്നു വന്നപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ കാര്യങ്ങൾ, അല്ലേ? ഈ നിറമാണെങ്കിൽ നല്ലതാണ്, ഈ നിറമാണെങ്കിൽ മോശമാണ്, അല്ലെങ്കിൽ വലിയ മൂക്കാണെങ്കിൽ നല്ലതാണ്, ചെറിയ മൂക്ക് അല്ലെ വളഞ്ഞിരിക്കുന്ന മൂക്ക് ഭംഗി കുറവാണ്, വലിയ കണ്ണാണെങ്കിൽ ഭംഗിയാണ്, ചെറിയ കണ്ണിന് ഭംഗി കുറവാണ്, പിന്നെ കുറേ അല്ലെങ്കിൽ ചെറിയ കാൽപാദം, അല്ലെ ഓരോ രാജ്യത്തും ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, അല്ലേ? ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ പറയുന്ന പോലെ, അതായത് നമ്മുടെ സമൂഹം സെറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നീണ്ട മുടിയാണ് നല്ലതെന്ന് കരുതുവാണെങ്കിൽ നീളം കുറഞ്ഞ മുടിക്ക് ഭംഗി കുറവെന്ന് നമുക്ക് തോന്നും, അല്ലേ? അപ്പം ഓരോ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഞാൻ എൻ്റെ മനസ്സിൽ കുഞ്ഞിലേ തൊട്ട് കേട്ട് വെച്ച് ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ജഡ്ജ് ചെയ്യുന്നത്. ഒരാളെ കാണുമ്പോൾ അയാളുടെ മൂക്കും അയാളുടെ കണ്ണും മുടിയും നിറവും ഹൈറ്റ് കുറവും മുടിയുടെ ലെങ്ത്തും എല്ലാം വെച്ചിട്ട് വണ്ണവും വണ്ണക്കുറവും എല്ലാം വിചാരിച്ച് എല്ലാം ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ സൊസൈറ്റിയിൽ അത് വെച്ചിട്ടാണ് ഞാൻ ജഡ്ജ് ചെയ്യുന്നത് ഇയാളെ കാണാൻ കൊള്ളത്തില്ല എന്ന്. പക്ഷേ കുഞ്ഞിലേ തൊട്ടേ ഞാൻ കേൾക്കുവാണ് ശരിക്കും കുഞ്ഞു മൂക്കാണ് ഭംഗിയെന്ന് കേട്ട് കഴിഞ്ഞ് അതെൻ്റെ മനസ്സിലുണ്ടെങ്കിൽ വലിയ മൂക്ക് കാണുമ്പോൾ എനിക്കതൊരു ഭംഗി കുറവായിട്ട് തോന്നും, അല്ലേ? അതൊരു അഭംഗിയായിട്ട് തോന്നും. അതേസമയം തിരിച്ചാണ് ഞാൻ കേട്ടിരിക്കുമ്പം ചെറിയ മൂക്ക് ഒരു അഭംഗിയായിട്ട് തോന്നും. അത് മൂക്കിൻ്റെ ഭംഗിക്കുറവല്ല, അല്ലേ? മൂക്ക് ദൈവം സൃഷ്ടിച്ച ഒരു മനോഹരമായ ഒരു അവയവം. അത് ഏത് സൈസിലായാലും അത് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചാണ് നല്ലതോ ചീത്തയോ എന്ന് തോന്നുന്നത്, അല്ലേ? കുഞ്ഞിലേ തൊട്ട് നമ്മൾ കേൾക്കുക കുഞ്ഞു കണ്ണാണ്, ചെറിയ ഇങ്ങനത്തെ കണ്ണാണ് ഭംഗിയെന്ന് തോന്നിയാൽ അത് കാണുമ്പോൾ നമുക്ക് തോന്നും അതാ ഭംഗിയെന്നല്ലേ? അപ്പോൾ അത് ശരിക്കും ഒരു ഭംഗി കുറവാണ് ഒരു മനുഷ്യൻ്റെ അല്ല. അത് നമ്മുടെ മനസ്സിലെ ഒരു ധാരണയാണ്, അല്ലെ? നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡാണ്, അല്ലേ? അപ്പോൾ അത് എല്ലാ സൊസൈറ്റിയിലും ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ വിചാരിച്ചു ഇങ്ങനൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നതല്ലേ? നമ്മളൊരാളെ കാണുമ്പോൾ കുഞ്ഞിലേ തൊട്ടേ ഓട്ടോമാറ്റിക്കലി നമ്മളിലുള്ള ഒരു ചിന്ത, ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നമ്മളൊരു ജഡ്ജ്മെൻ്റ് എടുക്കും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ കർത്താവേ, അപ്പോൾ എല്ലാവരിലും ഭംഗി കാണാൻ പഠിക്കണം. എൻ്റെ ഒരു ടാസ്ക് പോലെ ഞാൻ എടുക്കുക. ഇനിയിപ്പോൾ ഏതൊരു ഈശോ പറഞ്ഞു ഇഷ്ടമല്ല എന്ന്, അങ്ങനെ ഞാൻ പറയുന്നത് ശരിയല്ല എന്ന്. അപ്പോൾ ഇനി ഏതൊരു ആളിലും അപ്പോൾ എനിക്ക് ഇതിൻ്റെ തിയോളജി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഞാൻ വിചാരിക്കുക, അപ്പോൾ ഈശോ പറഞ്ഞ ഏത് മനുഷ്യരിലെ കണ്ടാലും നമുക്ക് ഭംഗി തോന്നണം, ആരും നമ്മൾ ഭംഗിയില്ല എന്ന് വിചാരിക്കരുത്, അത് കർത്താവിന് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം നമ്മൾ ചിന്തിച്ചാലല്ലേ ഉള്ളൂ കുഴപ്പം. അപ്പോൾ ആളെ കാണുമ്പോൾ ഞാനത് മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്യുവാണ് കേട്ടോ. മനഃപൂർവ്വം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നില്ല പിറ്റേ ദിവസം തൊട്ട് എനിക്ക് എല്ലാവരെയും കാണുമ്പം ഭംഗി തോന്നിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇറ്റ് വാസ് എ ഗ്രാജുവൽ പ്രോസസ്സ്. ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനൊരു കോൺഷ്യസ് ഒരു എഫേർട്ട് ഇട്ടു. പക്ഷേ കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴേ എനിക്ക് സത്യമായിട്ട് ഞാൻ പറയാം, ഏതൊരു വ്യക്തിയെ കണ്ടാലും എനിക്ക് അവർക്ക് ഭംഗി തോന്നും, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഒരു ഭംഗി കുറവ് എനിക്ക് തോന്നാറില്ല. പക്ഷേ എനിക്കറിയാം ഓരോ സ്റ്റാൻഡേർഡ്സ് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരാളെ കാണുമ്പോൾ നല്ല മോശമെന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് അതൊക്കെ എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്, അതൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ പേഴ്സണലി എൻ്റെ മനസ്സിൽ നിന്ന് ആ ഇമ്പോർട്ടൻസ് അങ്ങ് പോവുകയും ചെയ്തു. എനിക്ക് ഏതൊരു വ്യക്തിയിലും സൗന്ദര്യം കണ്ടെത്താൻ പറ്റും.
അവരേത് കളറായിക്കൊള്ളട്ടെ, അവരുടെ മൂക്കിൻ്റെ ഷേപ്പ് എന്തായിക്കൊള്ളട്ടെ, ഹൈറ്റ് എന്തായിക്കൊള്ളട്ടെ, എനിക്ക് ആ വ്യക്തിയിൽ ഒരു സൗന്ദര്യം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അവർക്കൊരു ഭംഗി കുറവായിട്ട് ആരെയും എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പം അത് എന്നിൽ വന്ന ഒരു വലിയ ചേഞ്ചാണ്. അത് ഒരു ഓവർനൈറ്റ് ഒരു ചേഞ്ചൊന്നുമല്ല, കുറച്ച് വർഷങ്ങളെടുത്തു കേട്ടോ. കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഞാൻ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പം അത് കർത്താവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പം ഞാനൊരു കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് ഇട്ട് തന്നെ മാറ്റിയ ഒരു കാര്യമാണ്. പക്ഷേ അതിൽ നിന്ന് എനിക്ക് വന്ന ഒരു വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് അതോടെ അങ്ങ് മാറിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കലും പിന്നെ ചിന്തിക്കുന്നില്ല എന്നെ കാണാൻ നല്ലതാണോ, ഞാൻ ഇങ്ങനാണോ ഇരിക്കുന്നത്, എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് ആ എൻ്റെ സൗന്ദര്യത്തിനുള്ള ഇമ്പോർട്ടൻസും അങ്ങ് മാറിപ്പോയി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നല്ല ഒരുങ്ങിയൊക്കെ നടക്കത്തുള്ളായിരുന്നു. നല്ലതായിട്ട് ഒരുങ്ങിയും അങ്ങനെയൊക്കെ നടക്കുന്ന ആളായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ആളുമായിരുന്നു കേട്ടോ. നല്ലതായിട്ട് ഒരുങ്ങി നടക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആളായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ഗ്രാജ്വലി ആ ഇമ്പോർട്ടൻസ് അങ്ങ് പോയിട്ട് എനിക്ക് അതൊരു വലിയ ഫ്രീഡമാണ്. എനിക്കതൊരു എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫീലിംഗ് ആണ്. അതല്ലേ ആക്ച്വലി നമുക്കതൊരു ഫ്രീഡമാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഒരു പഴയ ആളെയും എൻ്റെ ഇപ്പോഴത്തെ ആളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഫ്രീഡമാണ്. അപ്പം നിങ്ങളിത് എഗ്രി ചെയ്താലും എഗ്രി ചെയ്തില്ലെങ്കിലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതൊരു ഫ്രീഡമാണ്. കാരണം സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ഭംഗിയില്ല എന്ന് വിചാരിക്കുന്ന പേരൻസ് ഉണ്ട്. അവർക്ക് ഭംഗി കുറവാണെന്ന് വിചാരിച്ചിട്ട് അവരെ മാറ്റി നിർത്തുന്ന പേരൻസ് ഉണ്ട് കേട്ടോ. സ്വന്തം ആൾക്കാരെ, സൗന്ദര്യമുള്ളവരെ ചേർത്ത് നിർത്തുന്നവരും സൗന്ദര്യം കുറഞ്ഞവരെ മാറ്റി നിർത്തുന്നവരും. അവർക്ക് സൗന്ദര്യം കുറവായിട്ടല്ല, പക്ഷെ നമ്മളുടെ ധാരണയാണ്. അങ്ങനെ മാറ്റി നിർത്തുന്ന ഒത്തിരി പേരുള്ള ഒരു സമൂഹത്തിലാണ് ഞാൻ തന്നെ ഒത്തിരി കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ട്. അപ്പം ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു ഫ്രീഡമാണ് കേട്ടോ. അത് നമ്മൾക്ക് എൻജോയ് ചെയ്യാം. നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ഫ്രീ ആയ ഫീലിംഗ്, എനിക്ക് എങ്ങനെ അത് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അതൊരു ലിറ്ററലി ഒരു ഫ്രീഡമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ സൗന്ദര്യത്തോടുള്ള അമിതമായ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഒക്കെ കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ യൂട്യൂബൊക്കെ ചെയ്യുമ്പോൾ പലരും സ്നേഹത്തോടെ എന്നോട് പറയാറുണ്ട്, കുറച്ചും കൂടെയൊക്കെ ഒരുങ്ങണം, അതായത് മുടിയൊക്കെ കുറച്ച് ഡൈ ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒരു ഗ്രൂമിങ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. സ്നേഹത്തോടു കൂടി പറയുന്ന കേട്ടോ. എനിക്ക് അതിലത്ര ഒരു ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ സ്നേഹത്തോടു കൂടി പറയുന്നതാണ്. അപ്പം എനിക്ക് അത്ര ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനും അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ മക്കൾക്കും അതിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, അയ്യോ ശരിയാണല്ലോ, അപ്പം യൂട്യൂബിലൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരിയും കൂടെ മേ ബി മുടിയൊക്കെ അത്രയും ശ്രദ്ധിക്കാതിരിക്കുന്നൊന്നും അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങനെ ഇച്ചിരി ഒക്കെ ഗ്രൂമിങ് ഒക്കെ ചെയ്യണോ, കുറച്ചുകൂടെയൊക്കെ ചെയ്യണോ എന്നിങ്ങനെ ഞാൻ ഈശോയോട് ചോദിച്ചേ. ഈ കുറച്ച് നാൾ മുമ്പ്, ഒത്തിരി നാളായില്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ആൻസർ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസമാണോ 1 ദിവസമാണോ 1-2 ദിവസത്തിനകം ഞാൻ കുമ്പസാരിക്കാൻ പോയിട്ട് കുമ്പസാരിക്കാൻ അങ്ങനെ മുട്ടുകുത്തുന്ന സമയത്ത് മുട്ടുമ്പം ഞാൻ കേൾക്കുവാൻ ഈ സ്വരമേ, നിൻ്റെ വസ്ത്രധാരണം ഒരിക്കലും മറ്റൊരാൾക്ക് പ്രലോഭന ഹേതുവാകരുത്, ആ രീതിയിൽ നീ ഡ്രസ്സ് ചെയ്യണം. ശരിക്കും ഞാനിത് കേട്ടു കേട്ടോ. ഞാൻ കുമ്പസാരിക്കാൻ മുട്ടുകുത്തുമ്പം ഞാൻ കേൾക്കുന്ന സ്വരമാണിത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയോട് ഞാൻ 2 ദിവസം മുമ്പ് ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അപ്പം ഞാൻ ധരിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ ഞാൻ എന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് പ്രലോഭന ഹേതുവാകരുത്, അതാണ് കർത്താവിൻ്റെ ഹിതം. അപ്പം ഞാൻ ബൈബിളിൽ നോക്കുമ്പോഴും നമ്മുടെ ബൈബിൾ പറയുന്നത് ഒരുങ്ങുന്നതിനോ വൃത്തിയായി നടക്കുന്നതിനോ ഗ്രൂം ചെയ്യുന്നതിനോ ഒന്നും സഭയോ ടീച്ചിങ്സോ ഒന്നും എതിരല്ല അല്ലേ. പക്ഷേ എപ്പോഴും നമ്മൾ മോഡസ്റ്റി എപ്പോഴും പാലിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ്റെ ഒരു വചനം ഞാൻ വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 3 തൊട്ട്. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം, പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആന്തരിക സൗന്ദര്യത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ബാഹ്യ സൗന്ദര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് അപ്പോസ്തലൻ പറയുന്നില്ല. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം,
പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പം നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബാഹ്യ സൗന്ദര്യത്തിനല്ല, നമ്മുടെ ആന്തരിക സൗന്ദര്യത്തിനാണ്. അപ്പോൾ ബാഹ്യ സൗന്ദര്യത്തിന് ഇപ്പോൾ നമ്മളൊന്ന് വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്തെന്ന് വെച്ചോ അല്ലെങ്കിൽ നല്ലതായിട്ട് മുടി കെട്ടി വെച്ചെന്നോ വെച്ചോ അത് നമുക്ക് പാപമാകുന്നില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അതെപ്പോഴും മോഡസ്റ്റ് ആയിരിക്കണം, അല്ലേ? അതായത് മറ്റുള്ളവർക്ക് പ്രലോഭന ഹേതുവാകുന്ന രീതിയിൽ ഒരിക്കലും നമ്മളെ തന്നെ അലങ്കരിക്കരുത്. മനസ്സിലായോ? അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നമ്മളുടെ ഇൻറ്റൻഷൻസാണ്. നമ്മൾ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ഇൻറ്റൻഷൻ എന്താണ്, അതാണ് പ്രധാനം. അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത് എന്നിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനാണോ, എൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനാണോ, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിങ് വഴി ഞാൻ മറ്റുള്ളവർക്ക് തെറ്റായ ഒരു പ്രലോഭന ഹേതു ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് എന്നെ കാണുമ്പോൾ ലസ്റ്റ്ഫുൾ തോട്ട്സ് വരുന്നുണ്ടോ, അതൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് തമ്മിലുള്ള ഒരു വേർതിരിവെന്ന് പറഞ്ഞാൽ വളരെ ഒരു തിൻ ലൈനാണെന്ന് എനിക്ക് എപ്പോഴും തോന്നും. അതായത് ശരിക്കും നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ ഇൻറ്റീരിയർ മോട്ടീവ് എന്നാണെന്നല്ലേ. ആന്തരിക മനുഷ്യന് എന്താണ് നമ്മുടെ ആത്മാവിലെ നമ്മുടെ ചിന്ത, അല്ലേ? നമ്മൾ വൃത്തിയായിട്ട് ഒരുങ്ങുന്നത് നമ്മൾ വൃത്തിയായിട്ടിരിക്കാനാണോ? അതായത് ദൈവം നമുക്ക് തന്ന ശരീരത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ ഒരിക്കലും ബൈബിള് കുറച്ച് കാണുന്നില്ല, അല്ലേ? ശരീരമെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ്. ദൈവവും ബ്യൂട്ടിയുടെ ഇമ്പോർട്ടൻസ് കുറയ്ക്കുന്നില്ല. ദൈവം എല്ലാം നല്ലതെന്ന് പറയുന്നത്, അല്ലേ? ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് എല്ലാം ബ്യൂട്ടിഫുൾ എന്നാണ് ദൈവം പറയുന്നത്. എല്ലാം മനോഹരമായിരിക്കുന്നു, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അല്ലല്ലേ? ഒരു ലില്ലിച്ചെടിയുടെ ആ മനോഹാരിതയെക്കുറിച്ച് പോലും കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ബ്യൂട്ടി പോലും എത്ര ഇൻട്രിക്കേറ്റ് ആയിട്ടാണ് ആ ഒരു പൂവിൻ്റെ മനോഹാരിതയെ കർത്താവ് സൃഷ്ടിച്ചെടുത്തത്, അല്ലേ? അപ്പം ദൈവം ബ്യൂട്ടിയുടെ വലിയ ആളാണ്, അല്ലേ? പക്ഷേ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നതിലല്ല, പക്ഷെ നമ്മുടെ ഉള്ളിലെ ഇൻറ്റൻഷൻ എന്താണ്? അതായത് ഞാനൊരു വലിയ വിഗ്രഹം പോലെ ആകുവാണോ, എന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കുവാണോ, അതെനിക്കൊരു വാനിറ്റി ഉണ്ടാക്കുന്നുണ്ടോ, ഞാൻ ഈ ഡ്രസ്സ് ചെയ്യുന്നത് വഴി ഞാൻ എന്ത് മെസ്സേജാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നമ്മൾ ആലോചിക്കാൻ, അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് ഒരു ബെഞ്ച് മാർക്ക് വെച്ചാൽ മതി. നമ്മളെപ്പോഴും ഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നത്, ഈ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്, അല്ലേ? അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ്, അല്ലേ? അപ്പം നമ്മുടെ ആത്മാവാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത്, അല്ലേ? അപ്പോൾ ആ ആത്മാവ് നമ്മുടെ ശരീരത്തിലാണുള്ളത്, അല്ലേ? അപ്പം ശരീരത്തെക്കുറിച്ച് ബൈബിൾ എന്താ പറയുന്നത്? യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ദേവാലയം പോലെയാണ്, അല്ലേ? ഈ ദേവാലയത്തിലാണ് നമ്മുടെ ആത്മാവ് വസിക്കുന്നത്. ഹോളി സ്പിരിറ്റിൻ്റെയും ഒരു ടെമ്പിളാണ്, അല്ലേ? അപ്പോൾ ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു ദേവാലയം നമ്മൾ കാണുമ്പോൾ നമ്മളെപ്പോഴും അതിനെ ഒരു വലിയ റെവറൻസോടുകൂടിയാണല്ലേ കാണുന്നത്, അല്ലേ? നമ്മളൊരു ദേവാലയത്തെ നോക്കുമ്പോൾ വളരെ നമ്മൾ ശരിക്കും ഒരു റെവറൻസോടുകൂടി അതിനെ വണങ്ങി അങ്ങനെയാണ് നമ്മളൊരു ദേവാലയത്തെ സമീപിക്കുന്നത്, അല്ലേ? അപ്പം നമ്മുടെ ശരീരവും ഒരു ദേവാലയം പോലെയാണ്, അല്ലെ ഒരു ടെമ്പിൾ പോലെയാണ്. അപ്പം അതിനൊരു ഭയങ്കര ഡിഗ്നിറ്റി ഉണ്ട്. അപ്പോൾ ഒരാളും എൻ്റെ ശരീരത്തെ ആ ബഹുമാനക്കുറവോടുകൂടി നോക്കാൻ പാടില്ല, മനസ്സിലായോ? ഒരു ഒബ്ജക്റ്റായിട്ട് എന്നെ ഒരു വ്യക്തിയും കാണാൻ പാടില്ല. അപ്പം ആ രീതിയിൽ വേണം ഞാൻ ഡ്രസ്സ് ചെയ്യാൻ. അതായത് ഒരു ബഹുമാനം, ഒരു റെവറൻസ്, അല്ലേ? നമ്മൾ തന്നെ നമ്മളുടെ ശരീരം നമ്മൾ ഒരുങ്ങുമ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഒരു ദേവാലയത്തെ എങ്ങനെയാണോ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കുന്നത്, അല്ലെ ഒരു റെവറൻസോടുകൂടി സമീപിക്കുന്നത്, ആ ഒരു രീതിയിലായിരിക്കണം എന്നെ കാണുന്ന ഒരു വ്യക്തിയും പെരുമാറാൻ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു ഒബ്ജക്റ്റായി തീരരുത്. അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു കണ്ണിൽ നമ്മളൊരു അവർക്കൊരു ലസ്റ്റ്ഫുൾ തോട്ട്സ് ഉണ്ടാകരുത് നമ്മളെ കാണുമ്പോൾ, അല്ലേ? ആ രീതിയിൽ നമ്മൾ
നമ്മുടെ ശരീരത്തെ വിശുദ്ധവും മാന്യവുമായി സൂക്ഷിക്കണം എന്നാണ് വചനം പറയുന്നത്, അല്ലേ? ആദ്യ മനുഷ്യരായ ആദവും ഹവയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർ നഗ്നരായിരുന്നു, അല്ലേ? പക്ഷേ അവരാ ഒരു ഗ്രേസിലായിരുന്നു. തിന്മ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചില്ലായിരുന്നു. അവരൊരു സിന്നിലല്ലായിരുന്നു, അല്ലേ? അതുകൊണ്ടെല്ലാം അവർ ക്രമമായി കണ്ടു. അവർക്ക് നഗ്നരായെങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല, അല്ലേ? പക്ഷേ പാപം ചെയ്ത് ആ ഒറിജിനൽ സിൻ വഴി ആ ഗ്രേസിൽ നിന്ന് വീണ് പോയപ്പോൾ അവർ ആദ്യം ചെയ്തത് എന്താ? തുണി, അവർക്ക് സ്വന്തമായ ഒരു ലീഫ് വെച്ചിട്ട് അവരൊരു വസ്ത്രം ഉണ്ടാക്കുക ചെയ്തത്. കാരണം അവർ വീണുപോയി, അല്ലേ? അവരിലേക്ക് ആ ലസ്റ്റ് എൻ്റർ ചെയ്തു. അതായത് കൺകിപ്പിസൻസ് അല്ലെങ്കിൽ ലസ്റ്റ് എൻ്റർ ചെയ്തു. അതുവരെയും അവരുടെ ജീവിതത്തിൽ ലസ്റ്റ് ഇല്ലായിരുന്നു, അല്ലേ? എല്ലാം നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു. അപ്പം ആ ലസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പരസ്പരം കാണുന്നതിൽ വ്യത്യാസം വന്നു, അല്ലേ? അതുകൊണ്ടാണ് അവർക്ക് ഷെയിം വന്നത്. അല്ലെങ്കിൽ അവരവരുടെ നഗ്നതയെക്കുറിച്ച് അവെയറായിട്ട് അത് മറച്ചത്. മനസ്സിലായോ? അപ്പം ആ ദൈവവും അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലേ? സ്കിൻ കൊണ്ടൊരു തോല് കൊണ്ടൊരു വസ്ത്രം അവരെ ധരിപ്പിച്ചിട്ടാണ് ഏദനിൽ നിന്ന് പുറത്താക്കുന്നത്. കാരണം ദൈവത്തിന് മനസ്സിലായി പാപം എൻ്റർ ചെയ്തു, ലസ്റ്റ് എൻ്റർ ചെയ്തു, കൺകിപ്പിസൻസ് എൻ്റർ ചെയ്തു. ഇപ്പം മനുഷ്യർ പരസ്പരം നോക്കുന്നതിൽ വ്യത്യാസം വന്നല്ലേ? ഒരു പുതിയ ലോകമായി, അല്ലേ? പഴയ ലോകം, ആ നിഷ്കളങ്കമായ ലോകം, ആ പെർഫെക്റ്റ് ഗ്രേസിലിരുന്ന ലോകം മാറിപ്പോയിട്ട് ഒരു പുതിയ ലോകത്തിലേക്ക് ആദവും ഹവയും അല്ലെങ്കിൽ മനുഷ്യരാശി എൻ്റർ ചെയ്യുവാണ്. അവിടെ കൺകിപ്പിസൻസ് ഉണ്ട്, അവിടെ ലസ്റ്റ് ഉണ്ട്, അല്ലേ? അപ്പം അവിടെ ഷെയിമുണ്ട്, അല്ലേ? അപ്പം അവർക്ക് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വേണം എന്ന് കർത്താവും തീരുമാനിച്ചു. അതായത് പുതിയ ലോകത്തിന് ആ ഒരു മോഡസ്റ്റി പാലിക്കാനായിട്ട് ആ ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അല്ലേ? കാരണം ആ നോട്ടം വ്യത്യാസമായി. അപ്പം നമ്മൾ അങ്ങനെ ഒരു വീണുപോയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളാരും പെർഫെക്റ്റ് ലോകത്തിലല്ല ജീവിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ മോഡസ്റ്റായിട്ട് വേഷം ധരിച്ച് നമ്മളെ തന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലേ? ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്, അല്ലേ? എനിക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്, അല്ലേ? ആ ഡിഗ്നിറ്റിയുടെ താഴെ ഞാൻ പോകത്തില്ല. എന്നെ ഒരു ഒബ്ജക്റ്റായി കാണാനായിട്ട് ഞാൻ ആരെയും അനുവദിക്കത്തില്ല, അല്ലേ? ഞാൻ ദൈവത്തിൻ്റെ ദേവാലയമാണ്. മൈ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം അതായിരിക്കണം നമ്മളെ സ്വന്തമായി ഡ്രസ്സപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അല്ലാതെ ഇപ്പം നമ്മളൊരു മേക്കപ്പ് ചെയ്തെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു നല്ലതായിട്ട് മുടി സെറ്റ് ചെയ്തെന്ന് വെച്ചോ, ലിപ്സ്റ്റിക് ഇട്ടെന്ന് വെച്ചോ അതൊന്നും സിന്നാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സഭ അങ്ങനെ പറയുന്നുമില്ല. അപ്പം നമ്മൾ പക്ഷെ ഒന്ന് ആലോചിക്കണം, എൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, എൻ്റെ മനസ്സിലെ ചിന്ത എന്താണ്, ഞാൻ ഇപ്രകാരം എന്നെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ മറ്റൊരാൾക്ക് പ്രലോഭന ഹേതുവാകുന്നുണ്ടോ? ആകുന്നു എന്ന് എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റപ്പെടുത്തുവാണെങ്കിൽ ഞാൻ ആ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റണം. ഇതൊരു സിമ്പിൾ കാര്യമല്ല, നമ്മൾ ഒത്തിരി ചിന്തിച്ച് തന്നെ എടുക്കേണ്ട തീരുമാനമാണ് കേട്ടോ. അപ്പം പിന്നെ ഒരു സ്ഥലത്ത് പോകും, നമ്മളൊരു വിവാഹത്തിന് പോകുന്നു, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്നതിലൊന്നും തെറ്റില്ല. അപ്പം നമ്മളൊരു ദേവാലയത്തിൽ പോകുമ്പം അതിനൊരു ഡ്രസ് കോഡ് ഉണ്ട്, അല്ലേ? അതനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിനും അനുസരിച്ച് നമ്മൾ അതിന് അനുയോജ്യമായിട്ട് ഡ്രസ്സ് ചെയ്ത് പോവുക, അതിന് കുഴപ്പമില്ല. പക്ഷേ എവിടെ പോകുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. മോഡസ്റ്റായിട്ടാണോ ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത്? എന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനാണോ ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത്? എന്നിലെ വാനിറ്റിയെ പാമ്പർ ചെയ്യാനാണോ ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത്? എന്നിലേക്ക് എന്നെ കാണുന്ന ഒരാൾക്ക് അനാവശ്യമായ പ്രലോഭനം ഞാൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളെ തന്നെ ഡ്രസ്സപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിനൊന്നുമല്ല നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ആന്തരിക സൗന്ദര്യത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷേ എപ്പോഴും ബോഡി ദൈവത്തിൻ്റെ ദാനവും ആണ്, അതിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. നല്ല ഫുഡ് എടുക്കണം, ദൈവം തന്ന ഒരു ദാനമാണ്, അല്ലേ? അതിനെ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എക്സസൈസ് ചെയ്യണം, അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്യണം, വൃത്തിയായിട്ട് സൂക്ഷിക്കണം, മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യണം. അതൊന്നും പാപമോ അതൊന്നും തെറ്റോ അല്ല. തെറ്റ് നമ്മളുടെ ഇൻറ്റൻഷൻസും നമ്മുടെ ചിന്തകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ വീണു പോയ ഒരു ലോകത്തിലാണ്. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് മാത്രമല്ല ഓപ്പോസിറ്റ് ആൾക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം പക്ഷേ മോശക്കാർക്ക് ഏതൊരു അവസ്ഥയിലും നമ്മളെ കാണുമ്പോൾ എത്ര നന്നായിട്ട് ചെയ്താലും മോശമായി ചിന്തിക്കുന്നവരും ഉണ്ടാകാം. അതിന് ഞാൻ ഉത്തരവാദിയല്ല. പക്ഷേ എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഇന്ന കാര്യങ്ങൾ, അല്ലെ ഒരു ഫ്രെയിം വർക്കിൽ ഞാൻ എൻ്റെ ഡ്രസ് കോഡ് സെറ്റ് ചെയ്യുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും
നമ്മളെപ്പോഴും ഒരു ചാരിറ്റബിളും ആയിരിക്കുക. അതായത് നമ്മൾ ഒത്തിരി ഷോ കാണിക്കാനായിട്ട് ഡ്രസ്സ് ചെയ്യരുത്, അല്ലാതെ നമ്മൾ വലിയ ആൾക്കാരാണെന്ന് കാണിക്കാൻ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത് അല്ലേ. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തിലോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ വരാമായിരിക്കാം അല്ലേ. പാവപ്പെട്ടവരുണ്ടായിരിക്കാം, പൈസക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് നമ്മൾ ആ എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ വലിയൊരാളാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോം പാൻ ഷോ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു വലിയ ആളാണെന്ന് കാണിക്കാനോ ഒന്നും നമ്മൾ ഡ്രസ്സ് ചെയ്യരുത്. മനസ്സിലായോ? അപ്പം എപ്പോഴും ചാരിറ്റബിൾ ആയിരിക്കുക, നമ്മുടെ ചുറ്റുമുള്ള സഹോദരന്മാരോട് ചാരിറ്റബിൾ ആയിരിക്കുക. നമ്മൾക്ക് വില കൂടിയ വസ്ത്രങ്ങൾ ഇടുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ചാരിറ്റബിളും ആയിരിക്കണം. അത് അത്ര എക്സസീവ് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കരുത്. ഇപ്പം ഒരു വിവാഹത്തിന് പോകുമ്പോൾ നല്ലൊരു പൈസ കൂടിയ ഒരു ഡ്രസ്സ് ഇട്ടു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പൈസ അതിൻ്റെ മേളിൽ സ്പെൻഡ് ചെയ്ത് പക്ഷേ ചുറ്റുമുള്ള ഒത്തിരി ആവശ്യക്കാരുണ്ട്, അവർക്ക് നമ്മൾ ഒട്ടും സഹായിക്കത്തില്ല. നമ്മളൊത്തിരി ഇങ്ങനെ ഭയങ്കര വില കൂടിയ ഡ്രസ്സിനും ആഭരണങ്ങൾക്കും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നതും അത്ര ശരിയല്ല അല്ലേ. അപ്പം നമ്മൾ ചാരിറ്റബിൾ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം. വാനിറ്റിയെ നമ്മൾ ഒരിക്കലും പാമ്പർ ചെയ്യരുത്, നമ്മളിലേക്ക് ഒത്തിരി അട്രാക്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഡ്രസ്സ് ചെയ്യരുത്. നമ്മളൊരു റെസ്പോൺസിബിൾ ഡ്രസ്സിങ് ഉണ്ടായിരിക്കണം, അതൊരു മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് ആയിരിക്കണം. പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ആന്തരിക സൗന്ദര്യത്തിനാണ്. ഞാൻ വായിച്ച വചനത്തിൽ പറയുന്ന പോലെ അല്ലേ, ആന്തരിക സൗന്ദര്യമാണ് നിലനിൽക്കാൻ പോകുന്നത് അല്ലേ. ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഉത്തമഗീതത്തിലെ മണവാട്ടിയെ ദൈവം ഒത്തിരി പുകഴ്ത്തുന്നുണ്ട് അല്ലേ. നീ അതിസുന്ദരിയാണ്, ഭയങ്കര നിൻ്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ട് പ്രശോഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവളുടെ കറേജിനെയും അവളുടെ ബ്യൂട്ടിയൊക്കെ ദൈവം ഒത്തിരി പുകഴ്ത്തുന്നുണ്ട് അല്ലേ. പക്ഷെ അത് അവളുടെ ആന്തരിക സൗന്ദര്യത്തെയാണ് പുകഴ്ത്തുന്നത് അല്ലേ. ആ ബാഹ്യ സൗന്ദര്യത്തെ അല്ല, ആ ആന്തരിക സൗന്ദര്യത്തെയാണ് അല്ലേ. നിൻ്റെ കണ്ണുകളിൽ നിന്ന് തിരിക്കുക, അതെന്നെ ഭ്രമിപ്പിക്കുന്നു. അതായത് അവളുടെ പരിശുദ്ധമായ കണ്ണുകളാണ് കർത്താവ് പുകഴ്ത്തുന്നത് അല്ലേ. ലോകത്തിൻ്റെ മാലിന്യങ്ങളിലേക്ക് നോക്കാത്ത മനോഹരമായി കാത്തു സൂക്ഷിച്ച കണ്ണുകൾ അല്ലേ. അവളുടെ അധരങ്ങളെ കർത്താവ് പുകഴ്ത്തുന്നുണ്ട്. കർത്താവിനെ പ്രഘോഷിക്കുവാനും നന്മ പറയുവാനും മാത്രം തുറന്ന ആ നാവുകളെയും അധരങ്ങളെ കർത്താവ് പുകഴ്ത്തുന്നുണ്ട് അല്ലേ. നിൻ്റെ അധരം മധു വർഷിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അത് ആ മണവാട്ടി ആർജിച്ചെടുത്ത ആന്തരിക സൗന്ദര്യമാണ് അല്ലേ. ആ ആന്തരിക സൗന്ദര്യമാണ് നമ്മുടെ ഈ ജീവിതം കഴിയുമ്പോൾ നിലനിൽക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആണെങ്കിലും ദിസ് ഇസ് ട്രാൻസിയൻ്റ് അല്ലേ. ബ്യൂട്ടി ട്രാൻസിയൻ്റ് അല്ലേ. നമുക്ക് 20 വയസ്സിലുള്ള സൗന്ദര്യം 50 വയസ്സിലോ 60 വയസ്സിലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനോ നിലനിർത്താനോ പറ്റത്തില്ല അല്ലേ. അപ്പം ആന്തരിക സൗന്ദര്യം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ശോഭ കൂടിയേ വരത്തുള്ളൂ അല്ലേ. അപ്പം നമ്മൾ എത്ര പ്രായമായാലും നമ്മുടെ മുഖം റേഡിയേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഉള്ളിലെ ആ ബ്യൂട്ടി അല്ലെ ആത്മാവിൻ്റെ ബ്യൂട്ടി നമ്മുടെ മുഖത്തേക്ക് റേഡിയേറ്റ് ചെയ്യും അല്ലേ. മോശ കർത്താവിനെ മുഖാഭിമുഖം കണ്ടിട്ട് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖം പ്രശോഭിച്ചു എന്നാണ് പറയുന്നത്. അവൻ്റെ സൗന്ദര്യം കൂടിയതല്ല, പക്ഷേ അവൻ്റെ മുഖം കർത്താവിൻ്റെ ആ പ്രകാശം കാരണം അവൻ്റെ മുഖം പ്രശോഭിച്ചു അല്ലേ. അപ്പോൾ ആ ആന്തരിക സൗന്ദര്യം നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്രായത്തിലും നമ്മൾ വളരെ സൗന്ദര്യമുള്ളവരായിരിക്കും അല്ലേ. നമ്മുടെ മുഖം പ്രശോഭിക്കും. അതേസമയം നമ്മൾ ഈ മേക്കപ്പിലും ഇതിലൊക്കെ റിലേ ചെയ്താൽ തെറ്റാന്നോ അതൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ റിലേ ചെയ്താൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതൊക്കെയും പോകും. അപ്പോൾ അത് പോകുമ്പോൾ നമുക്കൊരു നിരാശ വരാൻ പാടില്ല. കാരണം നമ്മളിതിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് പോകുമ്പോൾ നമുക്കതിനൊരു നഷ്ടം തോന്നും അല്ലേ, നമുക്കൊരു സങ്കടം തോന്നും അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് പ്രയോറിറ്റീസ് എപ്പോഴും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഉത്തമ ഗീതത്തിലെ മണവാട്ടിയെ കർത്താവ് ഒത്തിരി പുകഴ്ത്തുന്നത് അവളെ ആർജിച്ചെടുത്ത ആ ആന്തരിക സൗന്ദര്യമാണ് അല്ലേ. അത് ഒന്നിനും നശിപ്പിക്കാൻ പറ്റത്തില്ല. ആ ആന്തരിക സൗന്ദര്യത്തെ ഏജിനോ ഒന്നിനും ഗ്രേവിനോ ഒന്നും നശിപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ. അത് ഇറ്റേണിറ്റിയിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന നമ്മുടെ സൗന്ദര്യമാണ് അല്ലേ. ആ നന്മ പ്രവർത്തികളുടെ ഒരു സൗന്ദര്യമാണ് അല്ലേ. അപ്പം നമ്മളെപ്പോഴും അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് കഴിയുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുക, നമ്മളുടെ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് റെഡ്യൂസായി പോവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പണ്ടെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, പക്ഷെ നമ്മൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഡ്രാസ്റ്റിക്കലി അങ്ങ് കുറഞ്ഞു. അതൊരു ഫ്രീഡമായി, മനസ്സിലായോ. അപ്പം നമുക്കൊരു വിഷമവും ഇല്ല. ഇപ്പോൾ നാളെ മുടി നരച്ചെന്ന് പറഞ്ഞാലോ നാളെ ഫുൾ നരച്ചെന്ന് പറഞ്ഞാലോ നമ്മുടെ മനസ്സിനെ അത് അത്ര ബാധിക്കുന്നില്ല. കാരണം നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് അതിലല്ല, മനസ്സിലായോ. അതൊരു വലിയ ഫ്രീഡമാണ്. അപ്പം നമുക്ക് മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമുക്ക് ഒത്തിരി അതൊരു ഗ്രോത്താണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട്
കിട്ടുന്ന കാര്യമല്ല. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 21 വയസ്സിൽ അത് കേട്ട് എനിക്കത് സത്യമെന്ന് മനസ്സിലായെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാനും എല്ലാവരിലും സൗന്ദര്യം കാണാനും എനിക്ക് വർഷങ്ങളെടുത്തു കേട്ടോ. വർഷങ്ങളുടെ ഒരു ഗ്രേസായിട്ട് കിട്ടണം, അതൊരു കാര്യം. പക്ഷേ വർഷങ്ങളെടുത്ത് കുറേ കോൺഷ്യസ് എഫേർട്ട് ഇട്ട് അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഇത് കർത്താവ് പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു രീതിയിൽ എല്ലാവരിലും സൗന്ദര്യം കാണാൻ പറ്റിയത്. പക്ഷേ പിന്നീട് കർത്താവ് തിയോളജിക്കലിയൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് അത് കൂടുതൽ മനസ്സിലായി. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണല്ലേ. അപ്പം നമ്മൾ ശരിക്കും ഭയങ്കര ദൈവീക സൗന്ദര്യമുള്ളവരാണല്ലേ. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നതും ആ ആത്മാവ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ ദേവാലയമാണല്ലേ, ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണല്ലേ. അപ്പം നമ്മൾ എത്ര പരിശുദ്ധമായിട്ട് വേണം അതിനെ കാത്തു സൂക്ഷിക്കാനല്ലേ. അപ്പം എത്ര മോഡസ്റ്റായിട്ടും എത്ര കെയറോടും കൂടി വേണം നമ്മളതിനെ ഹാൻഡിൽ ചെയ്യാനല്ലേ. അല്ലാതെ ബോഡിയോട് തീരെ ഇമ്പോർട്ടൻ്റ് അല്ല, ബോഡി ഒന്നിനും കൊള്ളത്തില്ല, മരിക്കുമ്പം പൊടിയായി പോവും, അങ്ങനെയല്ല കേട്ടോ. ബോഡിക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് സഭ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ആ റിസറക്ഷനിലും നമ്മളുടെ സ്വർഗീയ ബോഡി നമുക്ക് ലഭിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ശരീരത്തോടുകൂടി തന്നെയാണ് ഉയർത്തെഴുന്നേക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ പ്രവൃത്തി അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം അന്ന് വെളിവാകപ്പെടുന്നത് അല്ലേ. അപ്പം ശരീരത്തിൻ്റെ ഇമ്പോർട്ടൻസ് സഭ കുറച്ച് കാണിക്കുന്നില്ല. സഭ ശരീരത്തിനും ബോഡിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യണം, നല്ല ഫുഡ് കൊടുക്കണം, പ്രിസർവ് ചെയ്യണം, അസുഖം വന്നാൽ ട്രീറ്റ് ചെയ്യണം, നമ്മളതിനെ ക്ലീനായിട്ട് വെക്കണം, നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യണം. പക്ഷേ അതേസമയം നമ്മൾ മോഡസ്റ്റ് ആയിരിക്കണം. നമ്മൾ ഇന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചാരിറ്റബിൾ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, അനാവശ്യമായ വാനിറ്റി ഉണ്ടാകാൻ പാടില്ല, ശ്രദ്ധ ആകർഷിക്കാനായിരിക്കരുത്, നമ്മൾ തന്നെ ഒരു വിഗ്രഹമായി തീരരുത്, മറ്റുള്ളവർക്കൊരു പ്രലോഭന ഹേതുവാകരുത്. ഇങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം നമ്മളൊരു തീരുമാനം എടുക്കാനായിട്ട്. അപ്പം ഇതൊരു ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. പിന്നെ ഇത് തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കര തിൻ ലൈനാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേര് ഒരുപോലെ നമുക്ക് എക്സ്റ്റീരിയറിൽ കാണുമ്പോൾ ഒരേപോലെ ഡ്രസ്സ് ചെയ്ത് ഒരേപോലെ നിൽക്കുന്ന 2 പേരായിരിക്കാം. പക്ഷേ ദൈവം രണ്ടുപേരെയും ജഡ്ജ് ചെയ്യുന്നത് എക്സ്ട്രീംലി ഓപ്പോസിറ്റായിട്ടും ആയിരിക്കാം. മനസ്സിലായോ? ഈ ആൾ വൃത്തിയായും മോഡസ്റ്റായും ഡ്രസ്സ് ചെയ്തു, അവരുടെ ഹൃദയം പ്യുവറാണ്. ഇയാൾ ഇങ്ങനെ വൃത്തിയായിട്ട് മോഡസ്റ്റായിട്ടും ആണ് ഡ്രസ്സ് ചെയ്യുന്ന. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നെങ്കിലും ഇവരുടെ ഉള്ളിലെ ഇൻറ്റൻഷൻസ് വേറെയാണ്. ഇവർ ശരീരത്തെ കാണുന്ന രീതി വേറെയാണ്. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. അത് ദൈവത്തിനെ അത് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കുമേ നമ്മളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വെളിയിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും ദൈവം ജഡ്ജ് ചെയ്യുമ്പോൾ എക്സ്ട്രീംലി ഓപ്പോസിറ്റായിട്ടായിരിക്കാം ദൈവം അവരെ ജഡ്ജ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് തീരുമാനിക്കുക എന്നാ വേണമെന്ന്. അല്ലാതെ ഇപ്പം പിന്നെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ പിന്നെ മുടിയോ ഇതൊന്നും അദ്ദേഹവും പറയുന്നില്ല. അതൊക്കെ തെറ്റാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ അതിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ആന്തരിക മനുഷ്യനാണ്. അതുപോലെ തന്നെ ശരീരത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഓരോരുത്തരും തങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അതൊരു നമ്മൾ ചിന്തിച്ച് തന്നെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്, വിശുദ്ധിയിലും മാന്യതയിലും. അപ്പോൾ നമ്മളൊരു ടെമ്പിളാണ്. ഒരു ടെമ്പിളിനെ കാണുമ്പോൾ നമ്മളൊരു റെവറൻസ് കാണിക്കാറുണ്ട് അല്ലേ, ഒരു ബഹുമാനം. ഒരു ദേവാലയത്തിന് നേരെ നമ്മളൊരു റെവറൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഞാനൊരു ഒബ്ജക്റ്റ് അല്ല, ഞാനൊരു റെവറൻസ് അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അല്ലേ. ആ ഒരു ഡിഗ്നിറ്റിക്ക് യോജിച്ച രീതിയിൽ മാത്രമേ ഞാൻ വസ്ത്രധാരണം ചെയ്യാവുള്ളൂ. അപ്പോൾ ആരും എന്നെ ഒബ്ജക്റ്റായി കാണാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കുറേ കാര്യങ്ങളൂടെ വരും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക്, പക്ഷേ അപ്പോൾ ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫർദർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.